എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഓണത്തിന്റെ കുറച്ച് ചേന ഇരുന്നേ. അപ്പൊ ചേന ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചേന എടുത്തൊന്ന് ഒരു കറിയാക്കാന്ന് വിചാരിച്ചു, ചേനക്കറി. അപ്പം എന്താ പറയാ, അപ്പൊ ഈ കറി സൂപ്പറാട്ടോ. എന്നുവെച്ചാ നമ്മുടെ ഒരു എന്താ പറയാ എരിശ്ശേരി പോലെ ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണേ, അടിപൊളിയായിട്ടോ, അടിപൊളി. കഴിച്ചിട്ട് പറയുകയാണ് സൂപ്പറാ. അപ്പം അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് എങ്ങനെ ഈ ചേന കൊണ്ടുള്ള ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലേക്ക് നോക്കാം. ചേന ഒരു 250 ഗ്രാം ചേന ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു 100 ഗ്രാം, ഒരു 50-100 ഗ്രാമിനോട് അടുത്തോളം തോരപ്പരിപ്പുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി, കടലപ്പരിപ്പ്, ഒരു 2 തക്കാളി മുറിച്ചിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ഒരു കാമുറി തേങ്ങ. ഇത്രയും തേങ്ങയുള്ള കേട്ടോ, ഒരു അരമുറിയൊന്നും ഇല്ല, അതിൽ പകുതിയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, കറിവേപ്പില. അപ്പോൾ ആദ്യം ഞാൻ ഈ തോരപ്പരിപ്പിനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ തന്നെ ഞാൻ ആ പരിപ്പെടുത്ത് കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പരിപ്പ് ആദ്യം വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇതേണ്ടേ എൻ്റെ തോരപ്പരിപ്പ് വേണ്ട വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടെ. ഈ കുക്കറിൻ്റെ അടിഭാഗം കണ്ട് ഞെട്ടണ്ട. കുക്കറിൻ്റെ അടിഭാഗത്ത് ഞാൻ എന്തോ ഒന്ന് വെച്ച് കരിഞ്ഞു പോയതാ. ആ കറി ഫുള്ള് അടുക്കി പിടിച്ചു കുക്കറിനകത്ത്. അതുകൊണ്ടാട്ടോ അത് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ചേനയെ പിറക്കി ഞാൻ ഇടാൻ പോവാം കേട്ടോ. ചേന ഇട്ടില്ല, ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞപ്പൊടി, നമുക്ക് ഈ മഞ്ഞപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഇടാവേ. ഈ ഗ്ലാസ് ആയതുകൊണ്ട് തട്ടിയാൽ അങ്ങ് പൊട്ടിപ്പോവും. എന്താ, മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ അതേ ഞാൻ അതിനകത്തേക്ക് തന്നെ ഈ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടു. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. ഉപ്പ് കൊടുത്തു. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇത്രയും ഞാൻ വെള്ളം കൊടുത്തിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ തന്നെ അങ്ങ് വേവിക്കുകയാണേ. ഞാനിതിനെ കുക്കറിൽ നിന്ന് വേവിച്ചുകൊണ്ട് വരാം. അതാണ്ട് കുക്കറിൻ്റെ വിസിൽ കേട്ടു. അപ്പോൾ ഞാൻ ഈ കുക്കറിനെ എടുത്ത് എന്ത് ചെയ്യാൻ പോവാം, ഞാനൊന്ന് മാറ്റി വെക്കാൻ പോവാന്നേ. ഞാനങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പാത്രം വെച്ചു. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നമുക്കൊന്ന് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കടുക് പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് ഞാൻ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ 1 സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് വെച്ചിരുന്നു. ഞാൻ ആ കടലപ്പരിപ്പ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം അതും ഒന്ന് മൂക്കട്ടെ. പൊട്ടിയിട്ടുണ്ട് കേട്ടോ, പൊട്ടി മൂത്ത് വരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങയെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാൻ പോവാണേ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാൻ ഈ എന്താ പറയുക, ഈ ഓരോ സാധനങ്ങളും എടുത്ത് ഞാൻ ഓരോ പാത്രത്തിലിട്ട് കാണിച്ചില്ലേ, ഇത് ഞാൻ ആ പാത്രങ്ങളെല്ലാം ഓൾറെഡി ഇത് റെഡി ആകുന്ന സമയം കൊണ്ട് തന്നെ എല്ലാം കഴുകി വെച്ചു. എങ്ങനെയാണെന്നറിയോ, ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കഴിയുമ്പോൾ സോഫായിട്ടും തേങ്ങ ചൂടാകാൻ ഒരു മിനിറ്റ് സമയം എടുക്കും അല്ലേ. തേങ്ങ നന്നായി ചൂടായി വരുമ്പോൾ ഇരുന്ന തേങ്ങ ചൂടാകാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടിട്ട് പോയിട്ട് ആ പാത്രം അങ്ങ് കഴുകി കമഴ്ത്തിയേക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ പാത്രം അങ്ങനെ അങ്ങ് പോകും. കടലപ്പരിപ്പ് ഇട്ടിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം, ഓടിപ്പോയി പാത്രം കഴുകി വെക്കണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കിനകത്തേക്ക് ഒരു പാത്രം ഉണ്ടാകത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ എടുത്ത ഒരു പാത്രങ്ങൾ ഇതേ നോക്കി, ഞാൻ ഇവിടുന്നല്ലേ ഇപ്പോൾ കുക്കർ മാറ്റി വെച്ചേക്കുന്നത്. ഞാൻ കണ്ടോ ഇവിടെയല്ലേ പാത്രം വെച്ചാൽ ഒരു പാത്രം പോലും സിങ്കിലും ഉണ്ടാവില്ല നമുക്ക്. കാരണം ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഓരോ പാത്രങ്ങളും കഴുകി വെച്ചാൽ മതി. അപ്പം അതെപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം കഴുകുന്ന ജോലിഭാരം എന്നുള്ളത് നമുക്കങ്ങ് കുറയ്ക്കാം കേട്ടോ. കുറയ്ക്കുക മാത്രമല്ല, നമുക്ക് വലുതായിട്ട് പാത്രം കഴുകാൻ അവസാനം ഈ കറി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പാത്രം ഒന്നും കഴുകാനൊന്നും ഉണ്ടാവില്ല. അവസാനം നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാത്രം മാത്രമേ കാണുള്ളൂ കഴുകാനായിട്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒന്ന് വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ ഒന്ന് ബ്രൗൺ നിറം ആയിക്കോട്ടെ. കണ്ടോ, ഞാൻ തേങ്ങ ഇതാണ്ട്
വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതാണ്ട് കുക്കർ തുറന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നോക്കി, കുക്കർ തുറന്നപ്പോഴത്തേനൊക്കെ കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഇതെടുത്തിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ച് നോക്കും. ചേനക്കറി റെഡിയായി. കണ്ടോ, അടിപൊളിയാട്ടോ. ഉപ്പൊക്കെ നോക്കട്ടെ. കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്, നോക്കാൻ പറ്റണില്ല. ഞാൻ ഈ കുക്കർ ഒന്ന് കഴുകി ലേശം വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഉപ്പും കൂടെ നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ അന്നേരം തേങ്ങ വറുത്ത സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നേ. ഞാനിപ്പോൾ ഇതേ മറ്റേ കുക്കറുടെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തു, ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം നോക്കിയേ, അവിടെ ചേനക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാട്ടോ, സൂപ്പറാ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.